ഹായ് ഓൾ. നമ്മൾ സമകാലീന കേരളത്തിലെ ചില സംഭവങ്ങൾ കണ്ടിട്ട് പഴയ വീഡിയോകളുടെയും സബ്ജക്റ്റുകളുടെ റെപ്പറ്റീഷൻ ആയിരിക്കാം ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ്. പക്ഷേ സംസാരിക്കാതിരിക്കാനോ ഉറങ്ങാനോ കഴിയുന്നില്ല. പ്രധാനമായും പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിലെ ഒരു സ്കൂളിലെ ഒരു മകൻ, 14 വയസ്സുകാരൻ, ക്ലാസ് ടീച്ചർ വഴക്ക് പറഞ്ഞു എന്ന പേരിൽ അല്ലെങ്കിൽ തല്ലി എന്ന പേരിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. പല വീഡിയോകളിലായി ഞാൻ പറയുന്ന കാര്യമാണ്. ആ സത്യത്തിൽ ഒന്ന് ചിരിച്ച് സംസാരിക്കുവാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാ തവണകളെയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 1,70,000-ലധികം കുട്ടികൾ ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്യുകയും അതിൻ്റെ മെജോറിറ്റി ഭാഗങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സൂയിസൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആൺകുട്ടി ആയിക്കൊള്ളട്ടെ പെൺകുട്ടി ആയിക്കൊള്ളട്ടെ, മരണപ്പെടുന്നത് ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ അതൊരു ജീവനാണ്. വെറും 14 വർഷം ഈ ലോകത്ത് ജീവിച്ച ഒരാളോട് പെരുമാറാനുള്ള കഴിവും ശേഷിയും വ്യക്തതയും കമ്മിറ്റ്മെൻറ്റും സ്റ്റുഡിയസ്നെസ്സും 46 or 50 വയസ്സുള്ള ഒരു അധ്യാപികയ്ക്കോ, അല്ലെങ്കിൽ 100 കണക്കിന് വർഷം ജീവിച്ച സമൂഹത്തിനോ, അതുമല്ലെങ്കിൽ എക്സിക്യൂഷനും ലീഗൽ മൊഡാലിറ്റിയും കൊണ്ടുവരേണ്ട മഹാരാജ്യത്തിനോ ഇല്ലാതെ പോകുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് 14 വർഷത്തിൽ മാത്രം ജീവിച്ച് ഈ ലോകത്തു നിന്നും തന്നെ വിട പറയേണ്ടി വരുന്ന ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പാലക്കാടുള്ള ഈ കുഞ്ഞും ഉൾപ്പെട്ടു പോയിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് മീഡിയ വിചാരണകളോ അല്ലെങ്കിൽ വ്ലോഗുകളോ, അതുമല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇമോഷണൽ ഹൈജാക്കുകളോ ഒക്കെ നമ്മുടെ ചുറ്റും നടക്കാമായിരിക്കും. നമ്മളൊക്കെ കാണുന്നുണ്ടായിരിക്കും, കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കഴിഞ്ഞ 20 വർഷത്തോളമായി കുഞ്ഞുങ്ങളുടെ സൂയിസൈഡിന് ഇടപെടലുകൾ നടത്തിക്കൊണ്ട്, കുഞ്ഞുങ്ങളുടെ സൂയിസൈഡുകൾക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും ഈ പറയുന്ന ആത്മഹൂതി എന്ന് പറയുന്നത് സ്വയം മരിക്കാനിടയാകുന്ന ഒരുപാട് പേരുമായി സംവദിക്കാനിടയാവുകയും അവരുടെ വിഷമങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്ത നിർഭാഗ്യ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ സംസാരം ഒരാളെയും കുറ്റപ്പെടുത്താനോ നിയുക്ത സിസ്റ്റത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു ആശ ടീച്ചർമാർക്കും എതിരെയോ ഒരു പ്രിൻസിപ്പൽമാർക്കും എതിരെയോ അല്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു മെൻറ്റർ എന്ന നിലയിൽ, ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് എൻ്റെ മുന്നിലേക്ക് വന്ന ചില കാര്യങ്ങളുടെ തുറന്നു പറച്ചിലുകൾ മാത്രമായിട്ടാണ് ഞാൻ ഈ മീഡിയ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ പല വീഡിയോകളിലേക്കും നിങ്ങൾ നോക്കിയാൽ അറിയാം, വ്യക്തമായ കാര്യങ്ങൾ കൃത്യതയോടുകൂടി നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടാത്തതും തമ്പനെയിലിൻ്റെയോ അല്ലെങ്കിൽ ആകർഷണകമായ ചില ടിപ്പുകളുടെയോ അടിസ്ഥാനത്തിൽ അത് മുങ്ങിപ്പോകുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷേ വിഷമത്തോടെ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെന്നല്ല ഓരോ ജീവിയും അവൻ്റെ ജീവനും വളരെ വിലപ്പെട്ടതാണ്. സോ നമ്മൾ പാലിക്കപ്പെടേണ്ട നിയമങ്ങളെക്കുറിച്ച്, എന്തൊക്കെ നമ്മൾ ചെയ്തില്ല, ഏതൊക്കെ നമ്മൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വീണ്ടും വിചാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഒന്ന്, കുടുംബത്തെ എടുക്കാം. നമുക്ക് ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാനപരമായ മൂല്യങ്ങളും ആ പാഠങ്ങളും ശിക്ഷണങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പഠിക്കുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷകർത്താക്കളിൽ നിന്നും, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. ഒരു പരിധിവരെ നമ്മൾ വളർന്നു കഴിയുമ്പോൾ മാത്രമാണ് അത് നമ്മളുടെ ലേണിങ്ങും അൺലേണിംഗ് പാർട്ടിലേക്കും എത്തപ്പെടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് എങ്കിൽ സാമൂഹികപരമായി, ഇപ്പോൾ പ്രത്യേകം ഒരു കേസ് സ്റ്റഡിയെ മാത്രം ഞാൻ എടുത്തു പറയുന്നില്ല, സാമൂഹികപരമായി ചിന്തിക്കുന്നതിന് മുന്നേ ആദ്യം ചിന്തിക്കേണ്ടത് വളരെ സിസ്റ്റമിക്കായും ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അതിലാദ്യത്തേത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അതുമല്ലെങ്കിൽ കൃത്യമായി മാതാപിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ഞാനൊരു രക്ഷകർത്താവാണ്. എൻ്റെ പരിമിതികൾ, എൻ്റെ നിയന്ത്രണ രേഖകൾ, എൻ്റെ അറിവുകേടുകൾ എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോസിറ്റീവ് പാരൻറ്റിങ് ഓട്ടോക്രാറ്റിക് അതോറിറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ളവർ അഘോരം പ്രസംഗിക്കുന്നതിനിടയിൽ മറന്നുപോകുന്നൊരു കാര്യമാണ് പല രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങളെ വളർത്താനുള്ള
സാഹചര്യങ്ങളുടെ പരിമിതികളുണ്ട്. കാരണം നമ്മൾക്ക് സോഷ്യലൈസേഷൻ വളരെ കുറവാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൊറോണയ്ക്ക് ശേഷമുള്ള സ്വഭാവ രൂപീകരണം വളരെ വ്യത്യസ്തമാണ്. അത് കാണാതെ പോകരുത്. നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം, ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം, റീജിയണലായ ഒരുപാട് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ പ്രകാരം കൃത്യമായും ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിലെ കുട്ടികളിൽ സൂയിസൈഡിൻ്റെ അളവ് കുറയുകയും ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ കുട്ടികളിൽ സോഷ്യലൈസേഷൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ സൂയിസൈഡ് കുറയണമെങ്കിൽ സോഷ്യോ ഇമോഷണൽ ലേണിംഗ് നമുക്ക് അത്യാവശ്യമാണ്. നമ്മളുടെ ഗ്രാൻഡ് പാരൻസിനോടുള്ള നമ്മുടെ സംസാരം, കസിൻസ്, അങ്കിൾ, ആൻറ്റി, സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് ഫാദർ തുടങ്ങി ഒരു കുടുംബത്തിലെ എല്ലാവരുമായി കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞിന് ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് അവന് കൂടുതൽ കാര്യങ്ങൾ എറ്റിക്വറ്റ്സിലേക്ക് അവന് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നു എന്നതാണ്. എന്നാൽ തിരിച്ച് ഇന്നത്തെ സമൂഹത്തിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്ക്, ഞാൻ ഒരുപാട് രക്ഷകർത്താക്കളെ ദിനംപ്രതി കാണുന്ന ഒരാളാണ്. വളരെ വ്യത്യസ്തരായ സിംഗിൾ മദേഴ്സിനെയും വിഡോസിനെയും അതുപോലെ തന്നെ പാരൻറ്റിങ്ങിനെയും ഗാർഡിയൻഷിപ്പിനെയും ഒക്കെ ദിനംപ്രതി കാണുന്ന ഒരാളാണ്. പക്ഷെ എല്ലാവരിലും ഞാനൊരു നിസ്സഹായ അവസ്ഥയാണ് കാണുന്നത്. അല്ലാതെ ഞാൻ ഒരാളിലും കുറ്റം പറയാൻ പ്രാപ്തയല്ല. കാരണം സാമ്പത്തികമായോ സാമൂഹികപരമായോ മതപരമായോ സൗദ്ധാന്തികപരമായോ ബൗദ്ധികപരമായോ എല്ലാ സൈക്കോളജിക്കലി ഒക്കെ എല്ലാവരും വളരെ ഒന്നില്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തിലേക്കായിരിക്കും. പലപ്പോഴായി നയിക്കേണ്ടവർ, തിരിച്ചറിവ് കൊടുക്കേണ്ടവർ, അറിവുകേടുകളെ തിരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടവർ, അറിവിനെയും അറിവുകേടുകളെയും വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ചെങ്കിലും അറിവുള്ള ആളുകൾ ആ മേഖലയിൽ കുറവായതുകൊണ്ട് തന്നെ പലരും മനഃശാസ്ത്രത്തിലോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിലോ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു കുറച്ചിലാണെന്ന സോഷ്യൽ സ്റ്റിഗ്മയുടെ അടിസ്ഥാനത്തിൽ ഇതിലൊക്കെ ഒരുപാട് പരിമിതികൾ പാരൻസിൽ കണ്ടുവന്നിരിക്കുകയാണ്. ഒന്നെങ്കിൽ അവർക്ക് ഒരു സെഷൻ കൊടുക്കുന്നതിന് മിനിമം ചാർജ് 3000 രൂപയോ അല്ലെങ്കിൽ 1000 മുതൽ 3000 രൂപ വരെയോ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരിലേക്ക് ഈ ഒരു ട്രെയിനിങ് എത്താതെ പോകുന്നുണ്ട്. നിരവധി സംഘടനകളിലൂടെയോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളിലൂടെയോ അവബോധത്തിൻ്റെ കുറവ് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ കൂടി വരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരർത്ഥത്തിൽ 17,000-ത്തിലധികം സ്കൂളുകളുള്ള എയ്ഡഡ് സ്കൂളുകളുള്ള നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 1074 സ്കൂളുകളിൽ മാത്രമാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ സേവനം കൃത്യമായിട്ടുള്ളത് എന്നാണ് പൊതു കണക്കെടുപ്പ്. CBSE സ്കൂളുകളുടെ സ്റ്റാറ്റസിൽ എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സ് ഉണ്ട് എന്ന ഒരു കണക്കായിരിക്കും വരുന്നത്. കാരണം അഫിലിയേഷൻ ഫയലുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ കണക്കെടുക്കുന്നത്. എന്നാൽ സത്യസന്ധമായും 100 സ്കൂളുകളെ എടുക്കുകയാണെങ്കിൽ 30-ൽ താഴെ സ്കൂളുകളിൽ മാത്രമാണ് പെർമനൻ്റായി, 30-ൽ താഴെ എന്ന് പറയുമ്പോൾ അത് 10 വരെ എത്താം, പെർമനൻ്റായി റെഗുലറായി മോണിറ്ററിങ്ങും മെൻറ്ററിങ്ങും അനക്ഡോട്ടൽ റെക്കോർഡ്സും വെൽനസ് റെക്കോർഡ്സും സത്യസന്ധമായി കീപ്പ് ചെയ്യുന്ന വളരെ വളരെ കുറച്ച് സ്കൂളുകൾ മാത്രമാണ് ഇന്നുള്ളത്. കാരണം ഇതിനൊന്നിനും തന്നെ മോണിറ്ററിങ് സിസ്റ്റം ഇല്ല, ഇതിനൊന്നിനും തന്നെ മെൻറ്ററിങ് സിസ്റ്റം ഇല്ല. അഫിലിയേഷൻ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ സർട്ടിഫിക്കറ്റുകൾ വെക്കേണ്ടി വരിക. എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ പല സ്കൂളുകളിലും കൊടുക്കേണ്ടി വന്നത് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കൃത്യമായ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ എന്ന നിലയിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ വെൽ ട്രെയിൻഡായിട്ട് അവിടെ ഉണ്ടാകണം എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സ്കൂളിലെ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നത്തിൽ മാധ്യമങ്ങൾ പറയുന്ന വീട്ടിലെ അമ്മയുടെ സ്ട്രഗിൾ ആയിക്കോട്ടെ, മാമൻ്റെ സ്ട്രഗിൾ ആയിക്കോട്ടെ, അച്ഛൻ്റെ സ്ട്രഗിൾ ആയിക്കോട്ടെ, എല്ലാവരും നിരപരാധികളാണ്. ഈ ടീച്ചർ ഉൾപ്പെടെ മാതാപിതാക്കൾ ഉൾപ്പെടെ വഴക്ക് പറയുന്നത് ഒരു കുട്ടി മരണപ്പെടാനല്ല, മറിച്ച് അവൻ എന്തുകൊണ്ടാണ് അത്രയും ഹർട്ടഡായത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇതേ ടീച്ചർ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണ് എങ്കിൽ ഇതേ ടീച്ചർ ഈ സ്കൂളിലെ കുട്ടിയായിട്ടിരിക്കുകയും
ഇതേ ടീച്ചറിനെ പഠിപ്പിക്കുന്ന ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ട്രെയിനർ അവിടെ വന്ന് നിൽക്കുകയും ഒരു 50-ൽ പരം ടീച്ചർമാർ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു ടീച്ചർ ട്രെയിനർ ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ബാഡെന്നോ ഗുഡെന്നോ നമ്മൾ പറയുന്ന മെസ്സേജുകൾ മറ്റൊരാളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോവുകയും അത് പാരൻസ് പരാതിപ്പെടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ ടീനേജിൽ പ്രായമതാണ് ആ ടീനേജിൽ പറയുകയോ പറയാതെ പോവുകയോ ചെയ്ത കാര്യങ്ങളെ ഊതി വെറുപ്പിക്കുകയും അല്ലെങ്കിൽ ഗുണദോഷിക്കുകയും ചെയ്യുന്ന രീതി ഇതാണോ വേണ്ടിയിരുന്നത്? നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കൂ. ഞാനെന്ന് പറയുന്ന ഒരാൾക്ക് അപകീർത്തിപ്പെടുത്തുന്ന ഫ്ലർട്ടി മെസ്സേജ് അയച്ചു എന്ന് കരുതൂ. എൻ്റെ അതേ മെസ്സേജ് എൻ്റെ കൂടെയുള്ള ഏതാണ്ട് 50-ൽ പരം വരുന്ന എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ ഒരു ക്ലാസ് മുറികളിലേക്ക് ഇരുത്തി എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ട് കർണത്തടിച്ചു എന്ന് പറയുന്നു, എനിക്കറിയില്ല. കർണത്തടിക്കുകയോ അടിക്കുന്നതിൻ്റെ അപ്പുറം ആക്രോശിക്കുകയോ ചെയ്താൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഞാൻ ഓൾറെഡി എൻ്റെ പ്രായം 14 വയസ്സാണ്. ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് തിരുത്തപ്പെടലുകൾ ആവശ്യമായ സമയമാണ്. എനിക്കറിയില്ല. ഈ ഭൂലോകത്ത് ഞാൻ 2025 ആകുമ്പോൾ 14 വർഷം മുമ്പ് മാത്രം ജനിച്ചൊരു ആളാണ് ഞാനെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്ത് ചെറിയ രീതിയിലായിരിക്കും, ചെറിയ അറിവിലായിരിക്കും. ആണും പെണ്ണും കലർന്നൊരു ക്ലാസ് റൂമിൽ ഇത്തരം കാര്യങ്ങൾ എണീപ്പിച്ച് നിർത്തുകയും അപ്പം തന്നെ സൈബർ സെല്ലിൽ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സൈബർ സെല്ലിൽ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ 25,000 രൂപ ഇനാം കൊടുക്കണമെന്ന് പറയുകയോ ചെയ്യുന്ന ബുദ്ധിശൂന്യത 50 അല്ലെങ്കിൽ 45 വയസ്സുള്ള നമ്മുടെ അധ്യാപകർക്ക് വേണ്ടതല്ലേ? ഇനി അഥവാ അവനൊരു തെറ്റ് ചെയ്താൽ ക്ലാസ് മുറിയിലേക്ക് വിളിക്കുകയും കൃത്യമായ രീതിയിൽ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് വിളിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന നെഞ്ചിടിപ്പ് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ കേണു പറഞ്ഞു എന്നോടൊന്ന് സംസാരിക്കാൻ. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവനെ ഒരു മെൻറ്ററുടെ അടുത്തേക്ക്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടാൻ കഴിഞ്ഞില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് അവനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറിൻ്റെ അടുത്തേക്ക് വിടാൻ കഴിഞ്ഞില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റ് ചെയ്തത് തെറ്റായിക്കൊള്ളട്ടെ, ടീച്ചർ ഒന്ന് പരിശോധിക്കാം, നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചിട്ട് നിങ്ങൾ 4 മണിക്ക് മുമ്പേ ഓടിപ്പോകുന്ന നിങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക്, നിങ്ങളുടെ മക്കളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഇടത്തേക്ക് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അവൻ്റെ അടുത്തിരുന്ന് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് ചെയ്ത രീതിയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ശരിയായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരും ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എനിക്ക് വളരെ ചലഞ്ചഡായിട്ട് പറയാൻ കഴിയും, നിരവധി സ്കൂളുകളിലെ കുട്ടികൾ ഒരുപാട് സർവീസസിനും സഹായത്തിനും വരുന്നൊരിടമാണ് നിള സ്കൂൾ ഓഫ് ഹാപ്പിനെസ്. നിളയിലെത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് അവർ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അവർക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നതെന്നും ആ കൺസേൺഡ് ആയിട്ടുള്ള എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ കുഞ്ഞുമക്കൾക്ക് അറിയാൻ കഴിയും. അതിൻ്റെ ബോധ്യപ്പെടലുകളൊന്നും തന്നെ പറയാനുള്ളൊരു വേദിയല്ലിത്. പക്ഷേ ഇന്നോളം 24 വർഷത്തിൽ മെൻറ്റർഷിപ്പിൽ എന്തുകൊണ്ട് എമ്പതറ്റിക്കായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ അധ്യാപകരിൽ 100 പേർ അസന്നിഗ്ധമായി പറയാൻ പറ്റും 90 പേരും മിടുമിടുക്കരായ അധ്യാപകരാണ്. അങ്ങനെയുള്ള അധ്യാപകരുള്ളത് കൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനൊരു വേദിയിൽ ഇത്രയും ധൈര്യത്തോടുകൂടി സംസാരിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടിയത്. എൻ്റെ ജീവിതത്തിൽ ഗുരുനാഥന്മാരാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് നൽകിയത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിലാണ്, എനിക്ക് 2 ആൺമക്കളാണ്, എൻ്റെ വീട്ടിലാണ് എൻ്റെ മകനോടാണ് ഇങ്ങനത്തെ പെരുമാറ്റമെങ്കിൽ എൻ്റെ മക്കൾക്കും ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഒരുപാട് തവണ അവർ വീട്ടിൽ വന്ന് പറയാറുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ പൂർണ്ണമായും അവരെയും ആ സിസ്റ്റത്തെയും ആ സ്കൂളിനെയും അവർ പഠിച്ച സ്ഥലത്തെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് കഴിയാതെ പോകുന്ന അധ്യാപകരെ അല്ലെങ്കിൽ അതിന് കഴിയാതെ പോകുന്ന രക്ഷകർത്താക്കളെ കുറ്റം പറയുകയല്ലല്ലോ നമുക്ക് വേണ്ടുന്നത്. പുനർചിന്തിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഷനിലൂടെയോ ഡിസ്മിസലിലൂടെയോ മാത്രം ഒതുക്കരുത് ഇതിനെ. കാരണം ഈ കണ്ണാടി സ്കൂളിൽ എത്ര തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും അധികം കുട്ടികളുള്ള സ്കൂളിൽ എത്ര മാസത്തിൽ എത്ര ദിവസത്തിൽ ലെസൺ പ്ലാനോടുകൂടി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഉണ്ട് എന്ന് പരിശോധിക്കൂ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ എത്രത്തോളം സൈബർ സെല്ലിൽ വിളിക്കുന്നതിന് പകരം സൈബർ സെല്ലിൽ തന്നെ കിഡ്സ് ഗ്ലോ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്, SPC ഉണ്ട്.
ഒപ്പമുണ്ട്, ഭൂമികയുണ്ട്, ജീവനിയുണ്ട്, നിരവധി പ്രോഗ്രാമുകളുള്ള ഗോഡ്സ് ഓൺ കൺട്രിയിലാണ് നമ്മുടെ സിസ്റ്റം ഉള്ളത്. ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ചോദിക്കണം. നമ്മളത് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ഈ ടീച്ചർമാർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ടീച്ചർമാരുടെ മെൻ്റൽ ഹെൽത്ത് പുനഃപരിശോധിക്കേണ്ട സാധ്യതകൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്ന, കൃത്യമായി തൻ്റെ വീക്ഷണ ബുദ്ധി കൃത്യതയോടുകൂടി പറയുന്ന, വിദ്യാഭ്യാസ മന്ത്രിയുടെ യഥാർത്ഥ പക്വത കാണിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അറിയണം. കാരണം എത്ര ഗവൺമെൻറ് സ്കൂളുകളിൽ, എത്ര CBSE സ്റ്റേറ്റ് എയ്ഡഡ് സ്കൂളുകളിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുണ്ട്? ഇനി ഉണ്ടെന്നിരിക്കട്ടെ, പേപ്പറിലുണ്ടെന്നിരിക്കട്ടെ, എത്ര പേർ സംവിധാനത്തിന് അതീതമല്ലാതെ കൃത്യതയോടുകൂടി, പാഷനേറ്റായിട്ട്, മോണിറ്ററിങ്ങോടുകൂടി ഇതിനൊരു റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ കറക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്? കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൊറോണയോടുകൂടി നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തു. കൊറോണയോടുകൂടി കുട്ടികൾ സോഷ്യലൈസേഷൻ കുറഞ്ഞു. നോ പറയുന്ന പാരൻസിൻ്റെ എണ്ണം കുറഞ്ഞു. അതോറിറ്റേറ്റീവായ പാരൻസ് ഇല്ലാതായിരിക്കുന്നു. എല്ലാം വാങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു ബബിളിലേക്ക് കുട്ടികൾ എത്തപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് 12ഉം 13ഉം കുട്ടികളുണ്ടായിരുന്ന സ്ഥലത്തും കുടുംബത്തും 3ഓ 2ഓ കുട്ടികളായി, അല്ലെങ്കിൽ 1ഓ കുട്ടികളായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അപ്പച്ചനും അമ്മച്ചയും എല്ലാവരും ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഞാനും നീയും, ഞങ്ങൾക്ക് നീയും എന്നായി മാറിയിരിക്കുന്നു. ഇങ്ങനൊരു പരിതസ്ഥിതിയിൽ 3-4 മുറികൾക്കുള്ളിൽ വളരുന്ന കുട്ടികളിൽ എന്തു മാറ്റമാണ് ഈ സമൂഹം ആഗ്രഹിക്കുന്നത്? സർവോപരി ഒരു നിയന്ത്രണങ്ങളുമില്ലാത്ത സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം, കുട്ടികളിലേക്കുള്ള കടന്നുകയറ്റം ചെറുതല്ല, വളരെ വലുതാണ്. ഇൻസ്റ്റഗ്രാം പേജുകൾ ഉപയോഗിക്കുന്നത് കർശനമായും പാടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള നടപടികളൊന്നും തന്നെ ഇല്ലാത്ത ഈ സ്ഥലത്ത് ഒരു രക്ഷകർത്താവ് എങ്ങനെയാണ് ജോലിക്ക് പോകുമ്പോൾ മൊബൈൽ കൊടുത്തിട്ട് വിളിക്കാൻ കഴിയാതെ ലാൻഡ് ഫോൺ മാത്രം കൊടുത്തിട്ട് പോയാലും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ചാനലല്ലേ നമ്മുടെ മൊബൈൽ ഫോൺ? കുഞ്ഞുങ്ങൾ ഉപയോഗവും ദുരുപയോഗവും തിരിച്ചറിയാതെ ചെയ്യുന്നതിന് പാരൻസിനൊരു പരിധിയുണ്ട്. 2, സ്കൂളിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മുടെ സ്കൂളിൽ ഒരു സുംബ കൊണ്ടുവന്നപ്പോഴുണ്ടായിരുന്ന വെല്ലുവിളികൾ നമ്മൾ കേട്ടതാണ്. നമ്മുടെ സ്കൂളിൽ യൂണിഫോമിലുള്ള ചേഞ്ചസ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഹിജാബ് വിവാദം നമ്മൾ കാണുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതോരോന്നും ബാധിക്കുന്നത് കുഞ്ഞു കുട്ടികളെയാണ്. ഞാൻ പരിധി വിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീള സ്കൂൾ ഓഫ് ഹാപ്പിനെസ്സിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വിഷനെ ബേസ് ചെയ്ത് മാത്രം സംസാരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലിംഗ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ സൈക്കോളജിക്കലോ മെൻ്റൽ ഹെൽത്തോ മാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് മുറവിളി കൂടുന്ന SFIയും KSUവും ABVPയും SDPAയെ കുറിച്ചും ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ജനസംഖ്യയിൽ നിന്ന്, കേരളത്തിൻ്റെ ജനസംഖ്യയിൽ നിന്ന് ആ ഒരു കുട്ടി കൂടി കുറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? അതിനാരൊക്കെയാണ് ഉത്തരവാദി? സൂയിസൈഡിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, സൂയിസൈഡിനെ കുറിച്ചിട്ടുള്ള ഗ്രൗണ്ടിങ് മെത്തേഡ്സ്, കൂടുതൽ കുട്ടികളിലേക്ക് SPC പോലെയുള്ള സംവിധാനങ്ങളിൽ ഒപ്പം പ്രോജക്റ്റുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. പ്രിയപ്പെട്ട ടീച്ചർമാർക്ക് ആദ്യം മെൻ്റൽ ഹെൽത്ത് ട്രെയിനിങ് കൊടുക്കുക. അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആദ്യം കൊടുക്കുക. ജോലി, ശമ്പളം എന്നതിനേക്കാളുപരി വർക്ക് ലൈഫ് സ്ട്രെസ് ഒരുപാടുണ്ട് അധ്യാപകർക്ക്. നിങ്ങളുടെ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും ശമ്പളവും കൃത്യമായിട്ടുള്ള വരുമാന മാർഗവും ഉണ്ടായിരിക്കാം. പക്ഷേ CBSEയും അതുപോലുള്ള മറ്റു സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകളുടെ ടീച്ചേഴ്സിൻ്റെ അവസ്ഥ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് പുനഃപരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാലും മിനിമം 15,000-20,000 രൂപയ്ക്കകത്തോ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ഇവർ വീട്ടിൽ പോകുന്ന സ്ട്രെസ് വേറെ അനുഭവിക്കുകയാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൂട്ടത്തോടെ ഞാൻ പറയുന്നതല്ല, ഉത്തരവാദി ഞാനും നിങ്ങളും സമൂഹവും ഫാമിലിയും തത്വങ്ങളും ഇസങ്ങളും മതങ്ങളും മതേതരത്വവും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നേ ഉള്ളൂ പറയാൻ, നമ്മുടെ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും എനിക്ക് കണ്ണിൻ്റെ കാഴ്ചക്കുള്ളിലെത്തുമെങ്കിൽ ഞാനവരെ പരിരക്ഷിക്കണ്ടേ? നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു 5 വീടുകളുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് കഴിയുന്ന സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ കഴിയില്ലേ? എൻ്റെ വീട് ഉൾപ്പെടുന്ന ഒരു ലൊക്കാലിറ്റിയിൽ ഒരു വാർഡ് കൗൺസിലർ ഉണ്ടെങ്കിൽ, അവിടെ ഒരു റെസിഡൻറ്റ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ
നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ ഒരു ബോധവൽക്കരണം കൊടുത്തുകൂടെ? അങ്ങനെ പടർന്നു പന്തലിച്ച് അത് വലിയ നിലയിലേക്ക് കേരളമൊട്ടാകെ, രാജ്യമൊട്ടാകെ 1,75,000 കുട്ടികൾ ഇല്ലാതായ കഴിഞ്ഞ ഒരു വർഷം മഹാരാജ്യമായ ഇന്ത്യയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ചർച്ചകൾ ആവശ്യമല്ലേ? പകരം നമ്മൾ ഇങ്ങനെ ഒരു അവയർനെസ്സിലേക്ക് ആര് ഒപ്പമുണ്ട് എന്ന ചോദ്യത്തിന് പകരം ഞാൻ തന്നെ ചെയ്യുന്നു എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലൊരു മാറ്റമുണ്ടാകില്ലേ? ഇനിയിപ്പോൾ പുതിയ വിവാദമായി നിൽക്കുന്ന അനന്തുവിൻ്റെ RSS ക്യാമ്പുകളും അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെയുള്ള അടിപിടികളും നിങ്ങളെല്ലാം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ അനന്തുമാരും സൂരജുമാരും എക്സും വൈയും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ആവശ്യമായിരിക്കുന്നു. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് 20,000 സ്കൂളുകൾ ഉള്ളതിൽ 1000-ൽ താഴെ സ്കൂളുകളിൽ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീസ്, അതും വീണ്ടും എടുത്തു പറയുന്നു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ഫോഗുകളാണ്. അവിടെ കൗൺസിലിംഗ്, ഇവിടെ കൗൺസിലിംഗ്, ഇവിടെ മെൻ്റൽ ഹെൽത്ത്, അവിടെ മെൻ്റൽ ഹെൽത്ത്, ഇൻസ്റ്റഗ്രാം റീൽസ്. പക്ഷേ ആരോടാണ് പോകേണ്ടത്? എന്താണ് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ എന്നത് പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മിക്കവാറും സ്കൂളുകളിൽ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ അടുത്തേക്ക് വരുന്ന സ്കൂളുകളിൽ പലതിലും ചില മൈനോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി സ്കൂളുകളുടെ കാര്യമെടുക്കുകയാണ് എങ്കിൽ ആ സ്കൂൾ, ഇപ്പോൾ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണെങ്കിൽ സിസ്റ്റർ ആയിരിക്കും കൗൺസിലർ, അത് മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയായിരിക്കും. കുട്ടികൾ അങ്ങോട്ടേക്ക് പോകാൻ തന്നെ പേടിയായിരിക്കും. അതുപോലെ തന്നെ ചില ബാക്കി മതസ്ഥാപനങ്ങളാണെങ്കിലും ഒരു പരിധിവരെ അതിനുള്ളിൽ തന്നെ പഠിച്ച ആളുകളായിരിക്കും വരുന്നത്. എൻ്റെ അറിവ് ശരിയാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കൊരു സ്റ്റിഗ്മ കൂടി വരികയേ ഉള്ളൂ. നല്ലവണ്ണം കുട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന എമ്പതറ്റിക് അപ്രോച്ചുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളുള്ള അറിവും ബോധവും തിരിച്ചറിവുമുള്ള നല്ല എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സിനെ നമ്മുടെ സ്കൂളുകളിൽ ആവശ്യമല്ലേ? ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ 2025 ജൂലൈയിലെ കൃത്യമായിട്ടുള്ള ഓർഡർ പ്രകാരം 1,75,000 പേര് മരിച്ചുപോയ നമ്മുടെ മഹാരാജ്യത്ത് എപ്പിഡമിക്കാണ് സൂയിസൈഡ്. വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണുകൾ തുറന്നു വയ്ക്കൂ. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് തുറന്നു വയ്ക്കൂ. നമ്മളാൽ കഴിയുന്ന കേൾവിക്കാരായും മാറും. ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ കുട്ടികൾ കേണു പറയുന്നുണ്ട്, ശരിയാണ് എങ്കിൽ ആരെങ്കിലും ഒരാൾ അവനെ കേട്ടാൽ മതിയായിരുന്നു. അവൻ അമ്മയെയും മാമനെയും വിളിച്ചു, അവർ വഴക്ക് പറയുന്നു, പേടിച്ചു. തിങ്കളാഴ്ച രണ്ടുപേരും സ്കൂളിലേക്ക് വന്നു. നിയുക്ത ക്ലാസ് ടീച്ചർ അന്ന് അവധിയായിരുന്നു. കുട്ടി വീണ്ടും സങ്കടത്തോടെ ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് പോയി. അവൻ്റെ പോക്കറ്റിലുള്ള പേന പോലും മാറ്റിവെക്കാതെ, യൂണിഫോം പോലും മാറ്റിവെക്കാതെ ആ മകൻ ഇന്ന് മരിച്ചിട്ട് 5 ദിവസങ്ങളാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരാഴ്ചയാകാൻ പോകുന്നു. ഒന്ന് ഓർത്തു നോക്കൂ. ഇതെൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് വിഷമമുണ്ടാവില്ലേ? ഞാൻ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമോ? സോ സൂയിസൈഡ് ഈസ് എ പാൻഡമിക് ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് എൻ എപ്പിഡമിക്. ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾ തുറന്ന് ചിന്തിക്കൂ. മലയാളവും കണക്കും സയൻസും സാമൂഹ്യ പാഠവും ഇംഗ്ലീഷും ഹിന്ദിയും GK പഠിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കൾ നമ്മളിൽ സുരക്ഷിതരാണോ? നമ്മൾ അവരെ കേൾക്കുന്നുണ്ടോ? കേട്ടു കഴിഞ്ഞതിന് ശേഷം ഷൗട്ട് ചെയ്യാതെ നീ ശരിയാവുമെന്ന് പറയുന്നുണ്ടോ? ഇനി കൃത്യമായി ഇടപെടേണ്ട സ്ഥലങ്ങളിൽ പ്രൊഫഷണൽസിനെ കൊണ്ട് നിങ്ങൾ ഇടപെടിക്കുന്നുണ്ടോ? അവരെ സെലക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? അതോ STEM എഡ്യൂക്കേഷൻ്റെയും ബ്രില്യൻസിൻ്റെയും എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളുടെയും XOR-Yയുടെയും പിന്നിലാണോ നിങ്ങളിതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് കോൺസയൻസ് ഇല്ലാതെ പോയാൽ, ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ പോയാൽ, നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ കോൺ ബനേഗ ക്രോർപതിയിൽ അമിതാഭ് ബച്ചനോടൊപ്പം സംസാരിച്ചൊരു കുട്ടിയെക്കുറിച്ചിട്ട് ഇൻ്റർനാഷണൽ ചാനലുകൾ വളരെയധികം ചർച്ച ചെയ്യുകയാണ്. ഇത്തരം കുട്ടികൾ ജെൻസി എന്തുകൊണ്ട് ഇങ്ങനെ എന്നത് ദയവ് ചെയ്ത് ചിന്തിക്കൂ. നമ്മളാണ് ഉത്തരവാദികൾ. ജെൻസിക്ക് മുന്നേയുള്ള തലമുറകൾ ഉത്തരവാദികളാണ്. സിസ്റ്റം ഉത്തരവാദികളാണ്. കുട്ടികളെയും ടീച്ചേഴ്സിനെയും കുറ്റവാളികളാക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരുടെയും കണ്ടീഷൻസ് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഇന്നും യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേസ് സ്റ്റഡിയോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവ്വം. താങ്ക് യു.